ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരി. ഇനി മുന്നിലുള്ളത് ആ വഴി, അതാണ് ഏക പ്രതീക്ഷ. പുതുവർഷം പിറക്കുമ്പോൾ പ്രതീക്ഷകളോടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ സൗദി അറേബ്യയും പ്രതീക്ഷയുടെ പാതയിൽ തന്നെയാണ്. ഇനി അതുമാത്രമേ ഉള്ളൂ മുന്നിൽ, ആ വഴി മാത്രം. ആ സത്യം തന്നെയാണ് സൗദി ഭരണാധികാരി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാജ്യവ്യാപകമായി പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്ത സൗദി ഭരണാധികാരി ജനുവരി 2-ന് പ്രാർത്ഥന നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതും മഴയ്ക്കായി രാജ്യവ്യാപകമായി പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്ത സൗദി ഭരണാധികാരി ജനുവരി 2-ന് പ്രത്യേക പ്രാർത്ഥന നടത്താൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഴയ്ക്ക് വേണ്ടിയുള്ള രാജ്യവ്യാപകമായ പ്രാർത്ഥന നടത്താൻ ഒരുങ്ങുകയാണ് സൗദി. സ്വലാത്തുൽ ഇസ്തിസ്ഖ എന്നറിയപ്പെടുന്ന മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് സൗദ് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം ജനുവരി 2-ന് നിർവഹിക്കണമെന്നാണ് സൗദി റോയൽ കോർട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ പറയുന്നത്. സൗദി പ്രസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നിലവിൽ പുറത്തിറക്കിയത്. പുതിയ പ്രതീക്ഷയിലാണ് സൗദി അറേബ്യ. മഴയെന്ന വലിയ കിട്ടാക്കനിക്കായുള്ള ആ പ്രതീക്ഷയിൽ പശ്ചാത്താപം സ്വീകരിക്കാനും ദൈവകാരുണ്യം തേടിയുമുള്ള പ്രാർത്ഥന നിർവഹിക്കാനും സൗദി രാജാവ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നുമുണ്ട്. മുഹമ്മദ് നബിയുടെ ചര്യ പിൻപറ്റാനും ജനങ്ങളോട് ആവശ്യപ്പെടുന്നതായാണ് പ്രസ്താവനയിൽ പറയുന്നത്. കാലാവസ്ഥ മാറ്റം, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും, കാലം തെറ്റിയുള്ള കാലവർഷം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് വിപത്തുകൾ ലോകം നേരിടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ സൗദി അറേബ്യയെ സംബന്ധിച്ച് മഴ അതൊരു വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ വഴിയിലൂടെ അത് ദൈവത്തിൽ അർപ്പിക്കാനും ജനുവരി 2-ന് ഒരു പ്രാർത്ഥനാ യജ്ഞം തന്നെ സംഘടിപ്പിക്കാനും പ്രാർത്ഥനാ ദിവസം തന്നെ ആചരിക്കാനും സൗദി അറേബ്യയും സൗദി ഭരണാധികാരിയും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.